ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പയും എല്ലുകറിയാണ്. അപ്പോൾ ഞാൻ കപ്പയുടെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. എല്ലുകറി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനാണെങ്കിൽ തേങ്ങാക്കൊത്തിട്ടു. തേങ്ങാക്കൊത്ത് മൂത്ത് കഴിയുമ്പം നമുക്ക് അത് കോരി മാറ്റി വെച്ചിട്ട് അതിലോട്ട് നമുക്ക് ഉള്ളി സവാള ഇടണം. അപ്പോൾ തേങ്ങക്കൊത്ത് മാറ്റി രണ്ട് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റണം. അതിലോട്ട് ശകലം ഉപ്പിട്ടതിന് ശേഷം ഒന്നുകൂടെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് ഉള്ളി ഒന്ന് ഒതുങ്ങിയതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ വഴറ്റി നല്ല മൂപ്പിച്ചെടുക്കണം. എങ്കിലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിലോട്ട് കറിവേപ്പില നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കറിവേപ്പിലയാണ്. കറിവേപ്പില ആഡ് ചെയ്തു. ഇതിലോട്ട് ഒരു തക്കാളി നമുക്ക് ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കല്ലേ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ അതിലോട്ട് നമുക്ക് കുഴി കുത്തിയതിലോട്ട് നമുക്ക് നമ്മൾ കുറേ കൂട്ടുകളും മസാലകളും എല്ലാം വെച്ച് അരച്ച നമ്മുടെ ആ ഗ്രേവി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഗ്രേവിയല്ല, മസാല കൂട്ടാണത്. അത് അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഇനി ഇത് നല്ല അടുക്കി പിടിക്കാതെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തുള്ളി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് വേണം ഇളക്കാൻ. നല്ല രീതിയിൽ മൂക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കറിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം നല്ല രീതിയിൽ അതിൻ്റെ കളറൊക്കെ മാറി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഞാൻ ബീഫെല്ലാം നല്ല രീതിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മസാലയെല്ലാം ചേർത്ത്. അപ്പോൾ അതിലോട്ട് നമുക്ക് അരപ്പെല്ലാം ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനിയും കടുക് താളിക്കണം. കടുക് താളിക്ക് ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കടുകിട്ടു. ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇട്ടു. നമുക്കിനി മൂപ്പിച്ച് നമുക്ക് അതിലോട്ട് ഒഴിക്കാം. ഇതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ഞാൻ ഇടുന്നുണ്ട്. കറി നല്ല തിളച്ച് നല്ല ഗ്രേവി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതിലോട്ട് നമുക്ക് താളിച്ചതൊഴിക്കാം. ഒഴിച്ച് മിക്സ് ചെയ്തു. സൂപ്പർ കറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ.